ഹലോ നമസ്കാരം. ഇന്ന് 4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയെക്കുറിച്ചാണ് വീഡിയോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓഫീസിലേക്കൊക്കെ പോകാൻ നമ്മൾ ലേറ്റായി പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണിത്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് മുട്ടയാണ്. അത് 2 or 3 നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. പിന്നെ ഉപ്പ്, ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് മാംഗോ ജ്യൂസ് പരുവത്തിലേക്ക് നല്ല ഇതായിട്ട് കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അത് 3 or 4 നിങ്ങളുടെ ആവശ്യം പോലെ എടുക്കുക. ബ്രെഡ് എടുക്കുക, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് മുക്കുക. ബട്ടർ തേച്ച് കൊടുക്കുക ദോശക്കല്ലിൽ. അതിനുശേഷം ബ്രെഡ് ഓരോന്നായിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ്, 2 മിനിറ്റ് മാക്സിമം മതിയാവും ബ്രെഡിൻ്റെ ഒരു സൈഡ് തയ്യാറായി വരാൻ. അതുപോലെ 2 സൈഡും നന്നായിട്ട് ബട്ടർ തേച്ച് കുക്ക് ചെയ്തെടുക്കുക. ബ്രെഡും മുട്ടയും ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിഷ് തന്നെയാണിത്. ആവശ്യത്തിന് പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറവായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. വൈറ്റ് ബ്രെഡിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ രുചികരമായിട്ട് തോന്നിയത്. അതുകൊണ്ട് കഴിയുന്നതും വൈറ്റ് ബ്രെഡിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ റെസിപ്പി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.